ഹായ് ഓൾ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും കപ്പാസിറ്റൻസിലെ ബോർഡ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പൊട്ടൻഷ്യൽ ഈസ് ബേസിക്കലി നമ്മൾ പഠിക്കുന്നത് വർക്ക് ബൈ ചാർജ് എന്നാണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ബൈ ചാർജ് എന്ന് പറയുമ്പോൾ ഇവിടെ ജൂൾ പെർ കൂളംബ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതുടനെ പൊട്ടൻഷ്യലാണെന്ന് മനസ്സിലാക്കണം. ജൂൾ പെർ കൂളമ്പിന് നമ്മൾ പറയുന്ന പേരാണ് വോൾട്ട്. ഇതൊരു പോയിന്റ് ചാർജ് മൂലം ഒരു 6 ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ പഠിക്കാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വെച്ചിട്ട് കാര്യങ്ങൾ വാല്യൂസ് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ജനറൽ ഇക്വേഷൻ എഴുതാം. പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന ഒരു ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ. കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1/4πε0 ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചാർജും ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസുമാണ്. ഇനി എടുത്തിരിക്കുന്ന ചാർജ് മൈനസ് ആണെന്ന് വിചാരിക്കുക. സോ മൈനസ് ക്യൂ ആണ്. ദൂരെ 6 ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റ് പി ഉണ്ട്. അപ്പം അവിടുത്തെ വി പി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു മൈനസ് ക്യൂ ബൈ ആർ ആണ്. കാരണം അവിടെ നെഗറ്റീവ് ചാർജ് എടുക്കാൻ കാരണം പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൊടുക്കാൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ചോദ്യം നോക്കി, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ചാർജ് ഓഫ് 4 × 10⁻⁷ കൂളംബ് ലൊക്കേറ്റഡ് 9 സെൻറ്റിമീറ്റർ അവേ എന്നാണ് ചോദ്യം. സോ ഇവിടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഒരു പോയിന്റ് ചാർജ് മൂലമായതുകൊണ്ട് തന്നെ എനിക്ക് കെ ക്യൂ ബൈ ആർ കൊടുക്കാം. കെ എന്ന് പറഞ്ഞാൽ 9 × 10⁻⁹ ആണ്. ചാർജ് 4 × 10⁻⁻7 തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് 9 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എനിക്ക് എന്ത് കൊടുക്കാം, 9 × 10⁻², അല്ലേ? സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 9 വെട്ടിക്കളയാം. മേളിലൊരു 4 ഉണ്ട്. 9 - 7 എന്ന് പറഞ്ഞാൽ 10⁻² ആണ്. പിന്നെ 10⁻² മേളിലേക്ക് വരുമ്പോൾ 10⁻² കൂടെ 4 × 10⁻⁴ വോൾട്ട് എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യലിൻ്റെ ജനറൽ ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടുന്ന് വർക്ക് കണ്ടുപിടിക്കാൻ 2 പോയിന്റുകൾ തന്നിട്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ തന്നിട്ട് അവിടുത്തെ വർക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ വർക്ക് ഈക്വൽ ടു ക്യൂ ഡെൽറ്റ വി എന്ന് എഴുതാം. ക്യൂ ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എന്ന രീതിയിൽ നമുക്ക് വർക്കിനെ എഴുതാം. ചാർജിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തും കിട്ടും, വർക്കും കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ചോദ്യം നോക്കുക. The electric lines of a positive charge is shown in the figure. Give the sign of potential difference Vp minus Vq എന്നാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാണ് പി, ഇതാണ് ക്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ അറിയാം. വി പി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എന്താണ് ചാർജ് ഏതാണോ അത് ഡിവൈഡഡ് ബൈ ആർ ആണ്. വി ക്യൂ എന്ന് പറഞ്ഞാലും കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, പിയിലേക്കുള്ള ദൂരം എന്താണ്, കുറവും, ക്യൂയിലേക്കുള്ള ദൂരം കൂടുതലുമാണ്. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ ദൂരക്കുറവാണ്, ഇവിടെ ദൂരം കൂടുതലാണ്. ദൂരം കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ഇത് കൂടും. ഇവിടെ ദൂരം കൂടുതലായതുകൊണ്ട് ഇത് കുറവായിരിക്കും. ദാറ്റ് മീൻസ് വി പി ഗ്രേറ്ററുമാണ്, വി ക്യു ലെസ്സറുമാണ്. വി പി വലുതും വി ക്യു ലെസ്സറുമാണെങ്കിൽ, ഇത് വലുതും ഇത് ചെറുതുമാണെങ്കിൽ അവരുടെ ഡിഫറൻസ് എടുത്താൽ എനിക്ക് എപ്പോഴും എന്താ കിട്ടുക, പോസിറ്റീവ് സൈൻ ആയിരിക്കും കിട്ടുക. സോ അതാണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വർക്ക് ഡൺ ചോദിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ക്യൂ ഡെൽറ്റ വി ആണ്. ഇവിടെ ക്യൂ ഇൻറ്റു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ വി പി മൈനസ് വി ക്യൂ ആണ്. ക്യൂ ഇൻറ്റു ഇത് പോസിറ്റീവ് ആണെന്ന് അറിയാം. സോ ആ വർക്ക് ഡണ്ണും എത്ര തന്നെയായിരിക്കും, പോസിറ്റീവ് തന്നെയായിരിക്കും. ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം ക്യൂ ടു പി എന്ന ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യലിലേക്ക് ബേസിൽ നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലൊക്കെ കേട്ടിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത്. സിമിലർലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പ്രാവശ്യമൊക്കെ ഡെറിവേഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോൾ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദ്യം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എന്നാണ്. അപ്പം ഇലക്ട്രിക് ഡൈപോൾ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രിക് ഡൈപോൾ കൺസ്ട്രക്ട് ചെയ്യണം. ഈ ഡെറിവേഷൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷനിൽ ഫിഗറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം നിങ്ങൾക്കറിയാം, ഒരു ഡൈപോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മൈനസ് ക്യൂ ഉണ്ട്, ഒരു പ്ലസ് ക്യൂ ഉണ്ട്. നടുക്ക് നിന്ന് ഒരു തീറ്റ ആംഗിൾ മാറി ഞാനിവിടെ ഒരു പോയിന്റ് പി എടുത്തു. ഓക്കെ, ആ പോയിന്റ് പിയിലേക്കുള്ള ദൂരം 6 ആണെന്ന് വിചാരിച്ചു. സോ ആ പോയിന്റ് പിയിൽ മൊത്തത്തിൽ ഈ ഡൈപോൾ മൂലമുണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, അപ്പം ഇത് മൊത്തം ഒരു ഡൈപോൾ ആയതുകൊണ്ട് തന്നെ ഡൈപോളിൻ്റെ ലെങ്ത് 2L ആണ്. പകുതി ദൂരം അപ്പോൾ എന്തായിരിക്കും, L എന്നായിരിക്കും പകുതി ദൂരം. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ് അറ്റ് പോയിന്റ് പി. അപ്പോൾ പൊട്ടൻഷ്യൽ കൊടുക്കാൻ ഇവിടെ ആരൊക്കെയുണ്ട്, മൈനസ് ക്യൂ ചാർജും ഉണ്ട്, പ്ലസ് ക്യൂ ചാർജും ഉണ്ട്. സോ നമുക്ക് ആദ്യമേ അത് ചെയ്യാം, അല്ലേ? വി ഡ്യൂ ടു മൈനസ് ക്യൂവും കണ്ടുപിടിക്കണം, വി ഡ്യൂ ടു പ്ലസ് ക്യൂവും കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. സോ അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഇത്. നമ്മളിവിടെ ചെയ്യുന്ന കാര്യം നിങ്ങൾ നോക്കണം. അതായത് മൈനസ് ക്യൂവിൽ നിന്നും ഞാൻ എന്താണ് പിയിലേക്ക് വരച്ചു. ദിസ് ഈസ് എ, ഇത് പി ആണ്.
അതുപോലെ പ്ലസ് ക്യൂയിലേക്കും വരച്ചു. ഇതിനെ ഞാൻ ബി എന്ന് വിളിച്ചു. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ഡ്യൂ ടു മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു തന്നിരിക്കുന്ന ചാർജ് ഡിവൈഡഡ് ബൈ ദൂരം. എ പി ആണ് ദൂരം. എ പി ആണ് ദൂരം. ഇവിടെ നമ്മൾ എ പി എ എടുക്കുന്നത് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഈ എ പി എന്ന ദൂരം നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്. ഈ നടുവിലുള്ള ഈ 6 എന്ന് എഴുതിയിരിക്കുന്ന 6 ദൂരമുള്ള ലൈനിലേക്ക് നമ്മൾ എ പി എന്ത് ചെയ്യാൻ പോവാണ്? പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്. പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എ പിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എ പി നമ്മളിത് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. സോ ഐ എം ഡ്രോയിങ് എ പെർപെൻഡിക്കുലർ സച്ച് ദാറ്റ് എ പി എന്ന് പറഞ്ഞ ദൂരം നമുക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന സ്ഥലത്തേക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റണം. അതിനുവേണ്ടി എ പിയുടെ പ്രൊജക്ഷൻ വരയ്ക്കണം. സിമിലർലി ബി പി നമുക്കറിയത്തില്ല, അപ്പോൾ ബി പിയുടെയും പ്രൊജക്ഷൻ വരയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ അടുത്തതിൽ അത് പഠിക്കും. അടുത്ത ഇതിൽ നമ്മൾ എന്തായിരിക്കും? അതായിരിക്കും പഠിക്കുക. ശരി, അപ്പോൾ നമുക്ക് എ പി ഇതാണ് പോയിന്റ്, ഇതാണ് ആ ഒ എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് വിചാരിക്കുക. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ തന്നെയായിരിക്കും. ശരി, അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഹൈപ്പോടെന്യൂസ് എൽ ആണ്. അപ്പോൾ തീറ്റ വരുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് എൽ കോസ് തീറ്റയാണ്. ദിസ് ഈസ് എൽ കോസ് തീറ്റ. അപ്പം ഈ ദൂരമാണ് ആക്ച്വലി ഇപ്പോൾ എ പി ആയിട്ടിരിക്കുന്നത്. ഈ ദൂരമാണ് ഇപ്പം നമ്മുടെ എ പി, കാരണം നമ്മൾ ഇതിലേക്കാണ് അത് പ്രൊജക്ഷൻ വരച്ചത്. സോ ആറും ഉണ്ട്, അതിൻ്റെ കൂടെ എൽ കോസ് തീറ്റയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വി ഡ്യൂ ടു മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു മൈനസ് ക്യൂ ബൈ ആർ പ്ലസ് എൽ കോസ് തീറ്റ എന്ന് എനിക്ക് എഴുതാം. ആർ പ്ലസ് എൽ കോസ് തീറ്റ. സിമിലർലി നമ്മൾ ആരെ കണ്ടുപിടിക്കും? അടുത്തത് വി ഡ്യൂ ടു പ്ലസ് ക്യൂ. അപ്പോൾ കെ ഇൻറ്റു തന്നിരിക്കുന്ന ചാർജ് ഡിവൈഡഡ് ബൈ ദൂരം. ദൂരം എന്ന് പറഞ്ഞാൽ ബി പി ആണ്. സോ എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ ബി പിയുടെ പ്രൊജക്ഷൻ വരയ്ക്കണം. അപ്പോൾ ബി പിയിൽ നിന്നും ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ ഈ ദൂരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. മൊത്തം ദൂരം 6 ആണ്. സോ ഇത് എല്ലാണ്. ഇത് തീറ്റയാണെങ്കിൽ തീറ്റയോട് ചേർന്ന് നടക്കുന്ന സൈഡ് അതിൻ്റെ കോസ് കമ്പോണൻ്റ് ആയിരിക്കും. സോ ദിസ് ഈസ് എൽ കോസ് തീറ്റ. അപ്പോൾ എനിക്ക് ഈ ദൂരം മാത്രം മതി. ഇതാണ് പ്രൊജക്ഷൻ വെച്ച് ബി പിയുടെ ദൂരം ഇവിടെ. സോ മൊത്തം 6 ഉണ്ട്. ഇത് എൽ കോസ് തീറ്റയാണെങ്കിൽ ഈ ബാക്കി ദൂരം എന്ന് പറഞ്ഞാൽ ആർ മൈനസ് എൽ കോസ് തീറ്റയാണ്. സോ അതാണ് ഞാൻ ഇവിടെ എടുക്കേണ്ടത്. കെ ഇൻറ്റു ക്യൂ ബൈ ആർ മൈനസ് എൽ കോസ് തീറ്റയാണ് എൻ്റെ വി ഡ്യൂ ടു പ്ലസ് ക്യൂ എന്ന് പറയുന്നത്. എനിക്ക് ടോട്ടൽ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഈസ് വി ഡ്യൂ ടു മൈനസ് ക്യൂ പ്ലസ് വി ഡ്യൂ ടു പ്ലസ് ക്യൂ. അപ്പോൾ കെ ഇൻറ്റു മൈനസ് ക്യൂ ബൈ ആർ പ്ലസ് എൽ കോസ് തീറ്റ പ്ലസ് കെ ഇൻറ്റു ക്യൂ ബൈ ആർ മൈനസ് എൽ കോസ് തീറ്റ. കെ ക്യൂ കോമൺ ആണ്. മൈനസ് ഇല്ലാത്ത ആളെ ഞാൻ ആദ്യം എഴുതി ആർ മൈനസ് എൽ കോസ് തീറ്റ. മൈനസ് ഉള്ള ആളെ രണ്ടാമത് എഴുതി ആർ പ്ലസ് എൽ കോസ് തീറ്റ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കെ ക്യൂ ഇൻറ്റു ആർ പ്ലസ് എൽ കോസ് തീറ്റ മൈനസ് ആർ പ്ലസ് എൽ കോസ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ ആറും വെട്ടിപ്പോയി. എൽ കോസ് തീറ്റയും എൽ കോസ് തീറ്റയും കൂടെ കൂട്ടിയാൽ 2L കോസ് തീറ്റ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു കെ ക്യൂ ഇൻറ്റു 2L കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. 2L ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡും തമ്മിലുള്ള ദൂരവുമാണ്. 2L ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് ആണ്. അതുപോലെ തന്നെ ആറ് എല്ലിനേക്കാളും വളരെ വലുതാണെങ്കിൽ ഈ ടേമിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആ പോയിന്റും ആ ഡൈപോളും തമ്മിലുള്ള ദൂരം വളരെ വലുതാണെങ്കിൽ ഡൈപോളുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതെല്ലാം കൂടെ വൃത്തിയാക്കി എഴുതി കഴിയുമ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാം കെ ഇൻറ്റു പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ് കെ പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ റിസൾട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ ഡയഗ്രത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഡയഗ്രാം നല്ലപോലെ വരയ്ക്കുക. അതിൻ്റെ റിസൾട്ടിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക? ഡെറിവേഷൻ ചെയ്യുക. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതുകൊണ്ട് തന്നെ അത് വരാനുള്ള സാധ്യതകൾ എന്തെയാണ്? ഏറെയാണ്. അപ്പോൾ നമ്മളത് തള്ളിക്കളയാൻ പാടില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പോർഷനാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു സർഫസിലെ എല്ലാ പോയിന്റുകളിലെയും പൊട്ടൻഷ്യലുകൾ സെയിം ആണെങ്കിൽ സച്ച് സർഫസസ് ആർ നോൺ ആസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. സോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ചാർജ് എടുത്തിട്ട് അതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ കാണിക്കും. ഇപ്പോൾ ഒരു പ്ലസ് ക്യൂ ചാർജ് ആണ്. സോ പ്ലസ് ക്യൂ ചാർജ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടുന്ന് ഞാനൊരു 5 സെൻറ്റിമീറ്റർ മാറി അല്ലെങ്കിൽ ഒരു 6 സെൻറ്റിമീറ്റർ ഒരു എക്സ് സെൻറ്റിമീറ്റർ മാറി ഒരു പോയിന്റ് എടുത്തു. ഇവിടുന്ന് ഒരു എക്സ് സെൻറ്റിമീറ്റർ മാറി പോയിന്റ് എടുത്തു. സ്പേസിലാണ് എടുക്കുന്നത്. ഇവിടുന്ന് ഒരു എക്സ് സെൻറ്റിമീറ്റർ മാറി പോയിന്റ് എടുത്തു. ഇവിടുന്നും ഒരു എക്സ് സെൻറ്റിമീറ്റർ മാറി ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കെ ക്യൂ ബൈ എക്സ് ആണ്. ഇവിടെയും കെ ക്യൂ ബൈ എക്സ് ആണ്. ഇവിടെയും കെ ക്യൂ ബൈ എക്സ് ആണ്.
ഇവിടെയും കെ ക്യൂ ബൈ ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചാൽ കെ ക്യൂ ബൈ എക്സ് ആണ്, ഇവിടെയും കെ ക്യൂ ബൈ എക്സ് ആണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ സ്പെറിക്കൽ ഷേപ്പ്. ഒരു സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും എന്ത് ചെയ്യുക, നമുക്കൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കിട്ടുക. അപ്പോൾ അതിനർത്ഥം ഇവിടെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് വി എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഡി എന്ന് പറഞ്ഞ പോയിന്റ്, അങ്ങനെ ഇസഡ് വരെ പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. സോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി നോക്കുക, ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റ് ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങോട്ടാണ്? പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഔട്ട്വേർഡ് ആയിരിക്കും. ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആണ്. നിങ്ങൾ നോക്കിയേ, ഇതാണ് സർഫസ്, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇത് രണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പോൾ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ സർഫസിലെ മൊത്തം പൊട്ടൻഷ്യൽ, ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അതിന് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും. സോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസും നമ്മുടെ സർഫസും ഇലക്ട്രിക് ലൈൻ ഓഫ് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞിരിക്കണം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആര്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു ഡെൽറ്റ വി എന്നാണ്. ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഞാനൊരു പോയിന്റിനെ, ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മാറ്റി. സോ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാറ്റിയാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ Q ഇൻറ്റു വി എ മൈനസ് വി ബി എന്നാണ് അവിടുത്തെ വർക്കിൻ്റെ ഇക്വേഷൻ. Q ഇൻറ്റു വി എ മൈനസ് വി ബി ആണ്. പക്ഷേ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ നമുക്കറിയാം വി എയും വി ബിയും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ അവിടെ എത്രയായിരിക്കും? 0 ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എത്രയായിരിക്കും പറയുക? 0 ആയിരിക്കും പറയുക. അപ്പോൾ ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ പറയേണ്ടത്. ഒന്ന്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ സർഫസ് എങ്ങനെയായിരിക്കും? അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അതേപോലെ തന്നെ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അതർ ഇൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0. പിന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് മാർക്ക് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പാരലായിട്ട് ലൈൻ വരയ്ക്കുന്നതിനാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റ് എല്ലായിടത്തും ഒരേപോലത്തെ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ചേർത്ത് ഒരു പ്ലെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ വരച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ വരച്ച് കാണിക്കും. മീൻസ് ആ പോയിന്റുകളെല്ലാം ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പ്ലെയിൻ വരയ്ക്കും. കണ്ടോ, ഇതാണ് ആ പ്ലെയിൻ. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം അവിടെ കാണും, ഒരേപോലത്തെ പോയിന്റുകളെല്ലാം. പക്ഷേ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യലും ഒക്കെ എന്താണ്? സെയിം ആണ്. സോ നമ്മളിങ്ങനെ പ്ലെയിൻ ഇങ്ങനെ വരച്ചാണ് നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ഇക്വിപൊട്ടൻഷ്യൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ നമ്മൾ കാണിക്കാറുള്ളത്. അതും നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ ചോദ്യം ഒന്ന് നോക്കുക. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഇൻ മൂവിങ് എ 2 microcoulomb ചാർജ് ബിറ്റ്വീൻ 2 points at 3 centimeter apart of an ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പം 3 സെൻറ്റിമീറ്റർ മാറി നമുക്ക് ഒരു 2 microcoulomb ചാർജിനെ മൂവ് ചെയ്യിക്കണം. അത് ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു ഡെൽറ്റ വി ആണ്. Q ഇൻറ്റു വി മൈനസ് വി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ചോദ്യം, ഫോർ എനി ചാർജ് കോൺഫിഗറേഷൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ത്രൂ എ പോയിന്റ് ഈസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് എ പോയിന്റ് ചാർജ് ഓൺ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് ഉറപ്പായിട്ടും 0 ആണ്. ഡ്രോ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ സിംഗിൾ പോയിന്റ് ചാർജ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു +Q എന്ന് നിങ്ങൾ വരയ്ക്കുക. +Q വരച്ചിട്ട് ഇവിടെ നിന്നൊരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ഒരു സ്പിയറിക്കൽ ഇതിങ്ങനെ വരയ്ക്കുക. അടുത്തൊരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് ഇതിങ്ങനെ ഡിനോട്ട് ചെയ്യുക. ഇതെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഈ കാണുന്നത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് എന്ത് ചെയ്യുക? ഒന്ന് മാർക്ക് ചെയ്യുക. ദിസ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. കാരണം ഇവിടുത്തെ എല്ലാ പൊട്ടൻഷ്യലും സെയിം ആണ്. അതേപോലെ ഇവിടെയും ഇതും മാർക്ക് ചെയ്യുക. ദിസ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? മാർക്ക് ചെയ്ത് സെറ്റാക്കുക. അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അടുത്തൊരു ചോദ്യം, വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻ എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. പിന്നെയും അതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ സെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ്, ദാറ്റ് ഈസ് നമ്മുടെ പൊട്ടൻഷ്യലും
റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ജനറലി ഒന്നെങ്കിൽ അതിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷനോ എഴുതാനായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, ചോദ്യം വരിക. സോ ആ ഒരു കേസ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഇങ്ങനെ കാര്യമാണ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഈസ് ഈക്വൽ ടു മൈനസ് dV/dr ആണ്. അപ്പോൾ എക്സിലാണ് തരുന്നതെങ്കിൽ എക്സിൽ ഡെറിവേറ്റീവ് എടുത്തിട്ട് നെഗറ്റീവ് എടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. പൊട്ടൻഷ്യൽ തരുകയാണ്, അത് എക്സിലാണ് തരുന്നതെങ്കിൽ എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുക, വൈയിലാണ് വൈ ഡെറിവേറ്റീവ് എടുക്കുക, ഇസഡിലാണെങ്കിൽ ഇസഡ് ഡെറിവേറ്റീവ് എടുക്കുക, നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ ആ സ്ഥലത്തെ എന്ത് കിട്ടും, പൊട്ടൻഷ്യൽ കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇലക്ട്രിക് ഫീൽഡ് തരികയാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞവർ ഇലക്ട്രിക് ഫീൽഡ് ഇ തരുകയാണ്. ഇ ഈസ് ഈക്വൽ ടു എത്രയാണ്, അല്ല പൊട്ടൻഷ്യൽ തരുകയാണ്. പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു 5x³ എന്ന് തരുകയാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് dV/dx ആണ്. മൈനസ് ഓഫ് ഇയാളുടെ ഡെറിവേറ്റീവ് എടുക്കണം. 5 ഇൻറ്റു x³ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം 3x² ആണെന്നറിയാം. സോ നമുക്ക് കിട്ടും മൈനസ് 15x² ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. എക്സ് ആക്സിസിലായതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, i cap എന്ന് ഇട്ട് കൊടുക്കാം, ഇൻറ്റു i cap എന്ന് കാണിക്കാം. കണ്ടോ, അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ചോദ്യം നോക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഇതിപ്പോൾ എൻട്രൻസ് കോർണർ ആണെങ്കിലും എന്തായാലും ശരിക്കും ബോർഡിന് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി അറ്റ് എനി പോയിന്റ് O ഈസ് ഗിവൺ ബൈ, പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് V ഈസ് ഈക്വൽ ടു 4x² എന്നാണ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് 102 എന്നാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം അത് മൈനസ് dV/dx എന്നാണ്. ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് 4x² ഡെറിവേറ്റീവ് 4 ഇൻറ്റു 2x എന്ന് വരും, അല്ലെങ്കിൽ മൈനസ് 8x എന്ന് വരും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ. അറ്റ് ദ പോയിന്റ് തന്നിട്ടുണ്ട് 102 എന്നാണ് പോയിന്റ്. 1 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, 0 എന്ന് പറഞ്ഞാൽ വൈയും, 2 എന്ന് പറഞ്ഞാൽ ഇസഡുമാണ്. നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുമ്പം XYZ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, ഈ പറഞ്ഞ രീതിയിലായിരിക്കും. സോ ഇവിടെ നോക്കുക, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാന്ന് നോക്കുക, എക്സിൻ്റെ സ്ഥാനം അവിടെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കിട്ടും ഈസ് ഈക്വൽ ടു മൈനസ് 8 യൂണിറ്റ് കൊടുക്കാം. എന്താണ് വോൾട്ട് പെർ മീറ്റർ എന്ന് യൂണിറ്റ് കൊടുക്കാം. മൈനസ് 8 വോൾട്ട് പെർ മീറ്റർ എന്നാണ്. സോ മൈനസ് 8 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ് എലോങ് നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് എനിക്ക് എഴുതാം. 8 along നെഗറ്റീവ് എക്സ് ആക്സിസ്. 8 along നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു കേസിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ കാര്യവും നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കുന്നത് വെച്ചാൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, ഗീവ് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്നാണ്. ഇവിടെ റിലേഷൻ മാത്രം എഴുതിയാൽ മതി. E ഈസ് ഈക്വൽ ടു മൈനസ് dV/dr ആണ് അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം സാധാരണ ചോദിക്കാറുള്ള CBSE ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫോർ എക്സാമ്പിൾ എ ചാർജ് Q ഈസ് മൂവ്ഡ് ഫ്രം എ പോയിന്റ് A above ഡൈപോൾ മൊമെന്റ് P to a point B below the dipole in equatorial plane without acceleration. Find the work done in the process എന്നാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മൈനസ് ക്യൂവും ഇത് പ്ലസ് ക്യൂവുമാണ്. ഇതാണ് ഇക്വിറ്റോറിയൽ പ്ലെയിൻ. ഞാൻ ഡൈപോളിൻ്റെ കേസ് പറഞ്ഞപ്പം നമ്മൾ ഡൈപോളിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്താ ഡൈപോളിൻ്റെ ഇക്വേഷൻ? ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ ഇക്വേഷനാണ് KP cos θ/r². ശരിക്കും കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസിൽ നിന്ന് എടുക്കുന്ന ആംഗിളിനെയാണ് കോസ് തീറ്റ എന്ന് പറയുന്നത്. ഇത് ആക്സിയൽ ലൈൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ആംഗിൾ ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ ആക്സിയൽ ലൈനിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ തീറ്റ 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു KP/r² എന്നാണ് വരിക. ഇനി ഇക്വിറ്റോറിയൽ ലൈൻ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാണെന്ന് പറയാമോ? ഇക്വിറ്റോറിയൽ ലൈൻ ആണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും 90 ഡിഗ്രി മാറിയാണ്. അപ്പം അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 0 ആണ്. എന്ന് വെച്ചാൽ ഒരു ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ 0 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഏത് പോയിന്റിലും സെയിം ആണെന്നല്ലേ അർത്ഥം. ദാറ്റ് മീൻസ് ഒരു ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഒരു ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അങ്ങനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എല്ലാം സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് ചാർജ് Q ഈസ് മൂവ്ഡ് ഫ്രം എ പോയിന്റ് A above എ ഡൈപോൾ മൊമെന്റ് P ടു എ പോയിന്റ് P below the dipole in an equatorial plane. അപ്പോൾ ഇതാണ് A എന്ന് പറഞ്ഞ പോയിന്റ്,
ഇതാണ് ബി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഈ ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇത് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൽ കൂടെ ഒരു വസ്തുവിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്ത വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഇത്രയാണെന്ന് പറയാം. അത് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് എത്രയാണെന്ന് പറയാം, വർക്ക് ഡൺ വിൽ ബി 0 എന്ന് പറയാം. സോ അതുകൊണ്ട് അത്യാവശ്യം പ്രധാനപ്പെട്ട റിസൾട്ടാണ്, അത് പഠിച്ചു വെക്കണം, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലംസ് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെക്ഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം. സിസ്റ്റം ഓഫ് 2 ചാർജസ് ആവാം, സിസ്റ്റം ഓഫ് 3 ചാർജസ് ആവാം, 4 ചാർജസ് ആവാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. സോ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ യു കൊണ്ട് ഡിനോട്ട് ഇറ്റ് ഈസ് ഗിവൺ ബൈ, ഇപ്പം ഇവിടെ നോക്കുക, 2 ചാർജുകളുണ്ട് Q1 Q2, തമ്മിലുള്ള ദൂരം R ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് എപ്പോഴും പെയർ 2 ചാർജുകളുടെയും ഇൻഫ്ലുവൻസ് പൊട്ടൻഷ്യൽ എനർജിയുടെ സിസ്റ്റത്തിൽ എഴുതുമ്പോൾ നമ്മുടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഗിവൺ ബൈ K ഇൻറ്റു Q1 Q2 ബൈ R എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് K ഇൻറ്റു Q1 Q2 ബൈ R എന്ന് പറയുന്നത്. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 2 ചാർജുകൾ എന്ന് പറയുന്നത് K Q1 Q2 ബൈ R ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ Q1ഉം Q2ഉം പോസിറ്റീവ് ആണ്. അപ്പോൾ K Q1 Q2 ബൈ R എന്ന് എഴുതും. പോസിറ്റീവ് എനർജി എന്ന് എനിക്ക് പറയാം. Q1ഉം Q2ഉം നെഗറ്റീവ് ആണ്. അപ്പോൾ -Q1 ഇൻറ്റു -Q2, രണ്ടും ഒരേ ടൈപ്പ് ആയതുകൊണ്ട് പോസിറ്റീവ് എനർജിയാണ്. മൈനസ് ഇൻറ്റു മൈനസും പോസിറ്റീവ് തന്നെയാണ്. ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണെങ്കിൽ Q1 ഇൻറ്റു -Q2 എന്ന് വരും, നെഗറ്റീവ് എനർജി ആയിരിക്കും കിട്ടുക. സോ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ എനർജിയും പൊട്ടൻഷ്യലൊക്കെ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇവിടെ അവരുടെ സൈനുകൾ ഇടാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല. ഇവിടെ നോക്കിയാൽ ഇതൊരു പെയറാണ്, ഇതൊരു പെയറാണ്, ഇത് മറ്റൊരു പെയറാണ്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞായിരിക്കും എന്ത് ചെയ്യുക, ചോദിക്കുക. ഇവിടെ നോക്കി, ഇവിടെ Q1 Q2 ഉണ്ട്, ഇവിടെ Q2 Q3 ഉണ്ട്, ഇവിടെ Q1 Q3 ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ സമ്മ് ചെയ്യണം. അപ്പോൾ ഉള്ള നമുക്ക് എത്രയും ഡൗട്ടാണ്, എത്ര അങ്ങനെയുള്ള പെയറുകൾ ഉണ്ടാകും എന്നെങ്ങനെ കണ്ടുപിടിക്കും. ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് പെയർസ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് n ഇൻറ്റു n മൈനസ് 1/2. ഇപ്പം ഇവിടെ നോക്കിയാൽ 2 ചാർജുകളുള്ള സിസ്റ്റം ആണെങ്കിൽ അവിടെ എത്ര പെയറുകൾ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. n എന്ന് പറഞ്ഞാൽ എത്ര ചാർജുകളുണ്ടോ അതിൻ്റെ എണ്ണമാണ്. സോ ഇവിടെ എത്ര ചാർജുകളുണ്ട്, 2 ചാർജുകളുണ്ട്. 2 ഇൻറ്റു 2 മൈനസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2 എന്ന് വരും. ഉത്തരം 1 ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പെയറേ ഉള്ളൂ. ഇനി ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക, അവിടെ എത്ര ചാർജുകളുണ്ട്, 3 ചാർജുകളുണ്ട്. അപ്പോൾ എത്ര പെയറുകൾ കാണും, 3 ഇൻറ്റു 3 മൈനസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2/2. 3 പെയറുകളാണ്. ആരൊക്കെയാണ് ആ പെയറുകൾ? ഇതാണ് ഒന്നാമത്തെ പെയർ, Q1ഉം Q2ഉം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എനിക്ക് എഴുതാം, U എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ K ഇൻറ്റു Q1 Q2 ബൈ R1 ഉണ്ട്. Q1 Q2 ബൈ R1 ഉണ്ട്. ഇങ്ങനെയൊക്കെ എഴുതാനൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. പിന്നെ Q2ഉം Q3യും ഒരു പെയറാണ്. അപ്പോൾ എനിക്ക് എഴുതാം K ഇൻറ്റു Q2 Q3 ബൈ R2 എന്ന് എഴുതാം. പിന്നെ ഇവരൊരു പെയറാണ്. അപ്പോൾ എനിക്ക് എഴുതാം K ഇൻറ്റു Q1 Q3 ബൈ R3 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എഴുതാനും അതിൻ്റെ രീതിയിൽ ചോദ്യങ്ങളും ചോദിച്ചാൽ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനൊരു അഡ്വാൻസ് നല്ല വളരെ സിമ്പിളായിട്ട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന ചാർജുകൾ ശ്രദ്ധിക്കണേ. ഇവിടെ Q1 Q2 Q3 Q4 R1 R2 R3 R4. ആദ്യമേ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം എഴുതാനായിരിക്കും ചോദ്യം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചോദ്യം എത്ര പെയറുകളുണ്ട് എന്ന് ഞാൻ ചോദിക്കുകയാണ്. പെയറുകൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നമ്പർ ഓഫ് പെയർസ്, n ഇൻറ്റു n മൈനസ് 1/2 ആണ്. 4 ചാർജുകളാണ്. അപ്പോൾ 4 ഇൻറ്റു 4 മൈനസ് 1/2, 4 ഇൻറ്റു 3/2 എന്ന് വരും. ഇസ് ഈക്വൽ ടു 6 പെയറുകളാണ് ഇവിടെ ഉള്ളത്. 6 പെയർസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ പെയറുകളെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇതൊരു പെയറാണ്, ഇതൊരു പെയറാണ്, ഇതൊരു പെയറാണ്, ഇതൊരു പെയറാണ്. അപ്പം 4 പെയറുകൾ നമുക്ക് മനസ്സിലായി. ഇനി ഏതൊക്കെയായിരിക്കും ബാക്കി 2 പെയറുകൾ? ഈ ഡയഗണലി ഇരിക്കുന്ന ഇവരും ഒരു പെയറാണ്, ഒരു ജോഡിയാണ്. ഈ ഡയഗണലിൽ ഇരിക്കുന്ന ഇവരും എന്താണ്, ഒരു ജോഡിയാണ്. അവർ തമ്മിലും ഇൻട്രാക്ഷൻസ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ അത്രയും പെയറുകൾ നമുക്ക് മനസ്സിലായി. നമുക്കിനി പൊട്ടൻഷ്യൽ എനർജി എഴുതാം. സോ K ഇൻറ്റു Q1 Q2 ബൈ R1 പ്ലസ് K ഇൻറ്റു Q2 Q3 ബൈ R2 പ്ലസ് K ഇൻറ്റു Q3 Q4 ബൈ R3 പ്ലസ് K ഇൻറ്റു Q4 Q1 ബൈ R4 എന്നും വരും. 4 എണ്ണമായി. ഇനി ഡയഗണൽ ഡിസ്റ്റൻസ് ഞാൻ തരാണ്. ഡയഗണൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 2 ദൂരം ക്വസ്റ്റിന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ ഞാൻ R5 എന്നും R6 എന്നും വിളിച്ചു. അപ്പോൾ എനിക്ക് എഴുതാം പ്ലസ് K ഇൻറ്റു Q4 Q2 ബൈ R6 പ്ലസ് K ഇൻറ്റു Q1 Q3 ബൈ R5. കണ്ടോ,
ഇങ്ങനെ എനിക്ക് അവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അത് നോക്കി വയ്ക്കുക. സാധാരണ ഒരു സ്ക്വയറൊക്കെ ആണെങ്കിൽ സൈഡുകളെല്ലാം സെയിം പോലെ ആയിരിക്കും തരിക. സൈഡുകളെല്ലാം സെയിം ആണ്, 6 ആണ്. അപ്പോൾ ഒരു ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈസ് ഗിവൺ ബൈ √2 × 6 ആണ്. അപ്പോൾ ആ ദൂരം എടുക്കാനും മറക്കരുത്. ഒരു ഹാക്ക് എന്ന രീതിയിൽ പഠിച്ചു വയ്ക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, നോക്കി പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ നോക്കിയിരിക്കാറുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് ഒരു ഹോളോസ്ഫിയർ. ഹോളോസ്ഫിയർ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പഠിക്കുന്നുണ്ട്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പഠിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് പഠിക്കുന്നത്. അപ്പോൾ ഹോളോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അകം പൊള്ളയായ സ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ ചാർജുകളെല്ലാം എവിടെയായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക, സർഫസിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ അങ്ങനെയുള്ള ഒരു ക്യൂ ചാർജ് ഉള്ള ഒരു ഒരു സ്ഫിയറിൻ്റെ കേസിൻ്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കുക. ഒരു പോയിന്റ് പി ഞാൻ എടുത്തിട്ടുണ്ട് ഔട്ട് സൈഡിൽ. സോ ഔട്ട് സൈഡ് ആയിട്ട് ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്ന ജനറൽ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുക. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് ഡ്യൂ ടു ആ സ്ഫിയർ എന്ന് പറയുന്നത് V = K × തന്നിരിക്കുന്ന ചാർജ് ഡിവൈഡഡ് ബൈ ദൂരമാണ്. ഇനി സർഫസിലാണെങ്കിൽ ശ്രദ്ധിക്കണം, ആ ദൂരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ആയിരിക്കും. K × Q/R എന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് എഴുതാം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത്, വാട്ട് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ഹോളോസ്ഫിയർ. ഒരു ഹോളോസ്ഫിയറിന്റെ അകത്തുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് എന്നാണ് ചോദ്യം. അതിനു മുമ്പായിട്ട് ആലോചിക്കേണ്ട കാര്യം, അകത്ത് ചാർജ് ഉണ്ടോ? അകത്ത് ചാർജ് ഉണ്ടോ? ഹോളോസ്ഫിയർ ആണ്, ഇൻസൈഡിൽ ചാർജ് ഇല്ല. ചാർജ് ഇല്ലെങ്കിൽ ആരും കാണത്തില്ല, ഫീൽഡും കാണത്തില്ല. ദാറ്റ് ഈസ് ഇയുടെ വാല്യൂ 0 ആയിരിക്കും. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ചാർജ് 0 ആണ്, E 0 ആണ്. ഇയും വിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? -dV/dr ആണ്. ഈ 0 ആണെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഉത്തരം 0 കിട്ടിയാൽ, ഇവിടെ ഞാൻ വിയുടെ ഡെറിവേറ്റീവ് എടുത്തപ്പോഴാണ് എനിക്ക് ഉത്തരം 0 കിട്ടിയത്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അകത്ത് ചാർജ് ഇല്ല, അവിടെ ഇലക്ട്രിക് ഫീൽഡും ഇല്ല. ചാർജ് ഉണ്ടെങ്കിൽ KQ/R² അല്ലേ, ഉറപ്പായിട്ടും. അപ്പം ചാർജ് ഉണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാവത്തുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവത്തുള്ളൂ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ 0 ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്, ഒരു വസ്തുവിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ടാണല്ലോ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയത്. ആ ഡെറിവേറ്റീവ് എത്രയായിരിക്കും? V ആയിരിക്കും. ആ V എന്ന് പറയുന്നത് എത്രയാണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം 0 കിട്ടുക. ദാറ്റ് മീൻസ് എന്താണോ സർഫസിലുള്ളത് അത് തന്നെയായിരിക്കും ഇൻസൈഡിൽ ഉണ്ടാവുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഗ്രാഫും ചോദിക്കാറുണ്ട്. കാരണം ഇത് നോക്കുക, ഇതാണ് റേഡിയസ്, ഇതാണ് പൊട്ടൻഷ്യൽ. സോ നമുക്കറിയാം V = KQ/R ആണ്. അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ഉള്ളത് സർഫസിലാണ്. പിന്നെ V ഔട്ട് സൈഡിലേക്ക് പോകുമ്പോൾ, ഇത് ഔട്ട് സൈഡാണ്, റേഡിയസ് കഴിഞ്ഞുള്ള പോയിന്റ് ആണ്. ഔട്ട് സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കറിയാം KQ/R ആണ്. ദൂരം കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ കുറയും, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് പറയാം. പക്ഷേ ഇൻസൈഡ് തൊട്ട് സർഫസ് വരെ നമ്മൾ പറഞ്ഞു വിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇൻസൈഡ് തൊട്ട് സർഫസ് വരെ മാറ്റമൊന്നുമില്ല. സോ ഇൻസൈഡ് ടു സർഫസ് കോൺസ്റ്റൻ്റ് ആക്കി വേണം വരയ്ക്കാൻ. ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോ എ ഗ്രാഫ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഈസ് ഇലക്ട്രിക് സ്ഫിയർ. ഒരു ഹോളോ സ്ഫിയറിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ ദൂരത്തിനനുസരിച്ച് മാറുന്നതനുസരിച്ചുള്ള ഗ്രാഫ് എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. സോ അത് കാര്യമായി നോക്കി വെക്കണം. അപ്പോൾ ഇത് പോയിന്റ് ബൈ പോയിന്റുകളായിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു സ്ഫിയർ തരും, സ്ഫിയറിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് തരും. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ മാറി 3 സെൻറ്റിമീറ്റർ മാറി അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിക്കും. സോ അതിൻ്റെ അർത്ഥം 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആണ്. ഇൻസൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലെ സെയിം പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്ററിലല്ല ഇക്വേഷൻ കൊടുക്കേണ്ടത്, സർഫസിൽ ഇക്വേഷൻ വേണം കൊടുക്കാൻ, വിച്ച് ഇസ് KQ/R ആണ്. ഇവിടെ Q ആണെങ്കിൽ എനിക്ക് എഴുതാം K × Q/5 സെൻറ്റിമീറ്റർ എന്ന് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ചോദ്യം വരും. കാരണം ആ ദൂരം കാണിക്കുന്ന ഇൻസൈഡിലെ ദൂരമാണെങ്കിൽ പോലും നമ്മൾ എടുക്കേണ്ട സർഫസിലാണ്. കാരണം പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഒരു ഹോളോസ്ഫിയറിൻ്റെ കേസിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, അതിനെ നോക്കിക്കാണാൻ. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്, അവർ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ കേസിൽ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, പിന്നെ എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ, പിന്നെ കപ്പാസിറ്ററിൻ്റെ ജനറൽ ഇക്വേഷൻ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിൻ്റെ ഇക്വേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് ആണ്. അപ്പോൾ നമ്മൾ പറയും എത്ര ചാർജ് Q ഈസ് പ്രപ്പോർഷണൽ ടു V, ഓർ Q ഈസ് ഈക്വൽ ടു CV എന്ന് പറയും, ഓർ C ഈസ് ഈക്വൽ ടു Q/V ആണ്.
കൂളംബ് പെർ വോൾട്ട് എന്ന് പറയും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാരഡ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. സോ കപ്പാസിറ്റൻസ് നമ്മൾ ഏറ്റവും പ്രധാനമായി കാണിക്കുന്ന രണ്ട് പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റേഴ്സ് ആണ്. സോ അതിനെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയും. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് കാണിക്കുക. ഈ ദൂരത്തിനെ ഡി എന്ന് വിളിക്കും, പ്ലേറ്റിൻ്റെ ഏരിയ നമ്മൾ എ എന്നും വിളിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്താണെന്ന് ഇക്വേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. equation for capacitance of a parallel plate capacitor is very important. വളരെ പ്രധാനപ്പെട്ടതാണ്. C is equal to epsilon 0 A by D എന്നാണ്. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എയർ അല്ലെങ്കിൽ വാക്യൂത്തിൻ്റെ പെർമിറ്റിവിറ്റി, എ എന്ന് പറഞ്ഞാൽ പ്ലേറ്റിൻ്റെ ഏരിയ, ഡി എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാകുന്നൊരു കാര്യമാണ്, ഇവൻ ദോ കപ്പാസിറ്റൻസ് C is equal to Q by V ആണ്, ഈ ഇക്വേഷനിൽ C എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അതായത് കപ്പാസിറ്റൻസ് ഒരിക്കലും അതിൻ്റെ ചാർജിനെയോ പൊട്ടൻഷ്യലിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു വസ്തുവിൻ്റെ കപ്പാസിറ്റൻസ് അതിൻ്റെ ഇടയിലുള്ള മീഡിയം എങ്ങനെയാണ്, അവരുടെ ഏരിയ പ്ലേറ്റിൻ്റെ ഏരിയ എങ്ങനെയാണ്, അവർ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധയോടെ എഴുതാൻ ശ്രമിക്കണം. സോ നോക്കുക, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്, ഏരിയ ഓഫ് ദ പ്ലേറ്റ്, മെറ്റീരിയൽ ബിറ്റ്വീൻ ദ പ്ലേറ്റ് എന്ന് വെച്ചാൽ മീഡിയമാണ്. മീഡിയം, ഏരിയ ആൻഡ് സെപ്പറേഷൻ ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചാർജ് ഓൺ ദ പ്ലേറ്റും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റും. അപ്പോൾ രണ്ട് രീതിയിലാണ് ചോദിക്കുക. ഒന്ന്, ഇവിടെ എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആണെങ്കിൽ C is equal to epsilon 0 A by D എന്ന് എഴുതും. ഇനി ഈ പ്ലേറ്റിൻ്റെ ഇടയിലേക്ക് ഞാനൊരു ഡൈലക്ട്രിക് മീഡിയമായ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K ഉള്ള ഒരു മീഡിയം വെച്ചു എന്ന് വിചാരിക്കുക. സോ എനിക്ക് എഴുതാം C is equal to epsilon 0 into K into A by D എന്ന് എഴുതേണ്ടി വരും. ദാറ്റ് ഈസ് K ടൈംസ് കപ്പാസിറ്റൻസ് കൂടുമെന്ന് അർത്ഥം. അപ്പോൾ ഒരു ഡൈലക്ട്രിക് മീഡിയം ഒരു കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് കൂടും, ദാറ്റ് ഈസ് കപ്പാസിറ്റി കൂടുമെന്നാണ്. അപ്പോൾ ഇതിനെനിക്ക് ഇങ്ങനെ എഴുതാം, K into epsilon 0 A by D. സോ പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ K ടൈംസ് C ആണ്. അപ്പം ഒരു ഡൈലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കപ്പാസിറ്റൻസ് K ടൈംസ് ഇൻക്രീസ് ആകുമെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ടത്. സോ വെൻ എ ഡൈലക്ട്രിക് ഈസ് പ്ലേസ്ഡ് ദ കപ്പാസിറ്റി ഇൻക്രീസസ് ടു K ടൈംസ്. സോ C ഡാഷ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം, KC എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഒരുപാട് പ്രാവശ്യം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. നോക്കുക, റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ദ കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇൻ ടേംസ് ഓഫ് പ്ലേറ്റ് ഏരിയ ആൻഡ് ദെയർ സെപ്പറേഷൻ എന്നാണ്. സോ എനിക്ക് പറയാം C is equal to epsilon 0 A by D. അവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ പ്ലേറ്റ് എന്ന് എഴുതി കാണിക്കാം. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്, പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷനുമാണ്. ഇതൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ഓഫ് എ 0.1 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ കപ്പാസിറ്റൻസ് 0.1 മൈക്രോ ഫാരഡ് എന്ന് വന്നിട്ടുണ്ട്. 0.1നെ 10⁻⁻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 ⁻
10⁻⁷ ഫാരഡ് എന്ന് എഴുതാം. Given that the separation between the plates is 0.1 mm, d is equal to 0.1 mm എന്നാണ്. 10⁻⁻1 into 10⁻�3 which is equal to 10⁻⁻4 മീറ്റർ എന്ന് എഴുതാം. ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, C is equal to ε0 A by D or A is equal to CD by ε0 എന്ന് വരും. C 10⁻⁻7 into 10⁻⁻4 by ε0 8.85 into 10⁻12. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അത്രയും മീറ്റർ സ്ക്വയർ ആണ് ശരിക്കും അവിടുത്തെ ഏരിയയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ അങ്ങനെയും ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ പറഞ്ഞു, ഡയലക്ട്രിക് മീഡിയം ആണ് കൊടുക്കുന്നതെങ്കിൽ കപ്പാസിറ്റൻസ് K ടൈംസ് ഇൻക്രീസ് ആകും. സോ C ഡാഷ് ഈസ് ഈക്വൾ ടു എന്ത് വേണം പറയാൻ, C ഡാഷ് ഈസ് ഈക്വൾ ടു KC എന്ന് വേണം പറയാൻ. ഫോർ എക്സാമ്പിൾ ഈ ചോദ്യം നോക്കണേ. In a parallel plate capacitor, the capacitance increases from 4 microfarad to 80 microfarad. ആദ്യമേ 4 മൈക്രോഫാരഡ് ആയിരുന്നു, ഇപ്പോൾ 80 മൈക്രോഫാരഡായി മാറി. ഓൺ ഇൻട്രൊഡ്യൂസിങ് എ ഡയലക്ട്രിക് മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, വാട്ട് ഈസ് ദ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം? അപ്പോൾ നമുക്കറിയാം പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ K ഇൻറ്റു C ആണ് അല്ലേ, K ഇൻറ്റു C ആണ്. സോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് K ആണ്. K ഈസ് ഈക്വൽ ടു C ഡാഷ് ബൈ C, പുതിയ കപ്പാസിറ്റൻസ് ഡിവൈഡഡ് ബൈ 4 മൈക്രോഫാരഡ്, 80/4 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 20 ആണ് അവിടുത്തെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് അവിടുത്തെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് മനസ്സിലാക്കാം. എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇത് കപ്പാസിറ്റർ ആണ്. ഇനി എ ഡയലക്ട്രിക് സ്ലാബ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ്. ഒരു ഡയലക്ട്രിക് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം C ഡാഷ് ഈക്വൽ ടു K ഇൻറ്റു C എന്നാണ്. K ഉറപ്പായിട്ടും 1നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ K കൂടിയാൽ ഉറപ്പായിട്ടും ആരും കൂടും. ഈ പറഞ്ഞ പോലെ കപ്പാസിറ്റൻസും കൂടുമ്പോൾ നമ്മൾ പഠിക്കാം. So capacitance is changes if the distance between the plates of a parallel is halved.
അപ്പോൾ നമുക്കറിയാം C is equal to epsilon 0 A/D എന്നാണ്. C പ്രപ്പോർഷണൽ ടു 1/D ആണ്. അപ്പോൾ D പകുതിയായാൽ കപ്പാസിറ്റൻസ് എന്തായി മാറും? ഡബിളായി മാറും. കാരണം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഇയാൾ പകുതിയായാൽ ഇയാൾ ഇരട്ടിയായി മാറും. കാരണം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് അല്ലേ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ താഴെയാൾ പകുതിയായ മറ്റേയാൾ എന്തായി മാറും? ഉറപ്പായിട്ടും ഡബിളായി മാറും. അടുത്ത ചോദ്യം, രാജു ഫൗണ്ട് ദാറ്റ് ദ കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ C തന്നിട്ടുണ്ട്, എയർ ആയതുകൊണ്ട് 10 മില്ലി ഫാരഡ് എന്ന് എഴുതാം. ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് ഇറ്റ് വെൻ ഹി ഇമ്മേഴ്സ് ദ യൂണിറ്റ് കംപ്ലീറ്റ്ലി ഇൻ എ മീഡിയം ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K തന്നിട്ടുണ്ട് 2.5 എന്നാണ്. സോ പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ KC ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 10 മൈക്രോ ഫാരഡ് അല്ലെങ്കിൽ 25 മൈക്രോ അല്ല മില്ലി ഫാരഡ് എന്ന് എനിക്ക് ഉത്തരമായിട്ട് എഴുതാം. ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ കേസിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി മറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സീരീസ് പാരലൽ കണക്ഷനും അതിൻ്റെ പ്രൂഫ് ഡെറിവേഷനും ചോദിക്കാറുണ്ട്. ഡെറിവേഷൻ നമുക്ക് പഠിക്കാം. അതിൻ്റെ കൂടെ അതിൻ്റെ പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നോക്കാനുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. സീരീസ് കോമ്പിനേഷനും ഉണ്ട്, പാരലൽ കോമ്പിനേഷനും ഉണ്ട്. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് ഡെറിവേഷൻ പഠിക്കാൻ നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് രണ്ടും കമ്പയർ ചെയ്ത് തന്നെ ഡെറിവേഷൻ ചെയ്യാം. സോ ഞാനിവിടെ ആദ്യമേ സീരീസ് കോമ്പിനേഷൻ എടുക്കാൻ പോവാണ്. സീരീസ് കോമ്പിനേഷൻ, അടുത്തത് പാരലൽ കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ എക്സാമ്പിളായിട്ട് 3 കപ്പാസിറ്റേഴ്സ് എടുക്കുക. 3 കപ്പാസിറ്റേഴ്സ് C1, C2, C3 ആണ്. ഇനി പൊട്ടൻഷ്യൽ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ പടം വരയ്ക്കാം. അപ്പോൾ എപ്പോഴും ഇവിടെ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് കോൺസ്റ്റന്റ് ആരാണ്, വേരിയബിൾ ആരാണ്. കപ്പാസിറ്റേഴ്സ് ഒഴിച്ചുള്ള കോൺസ്റ്റന്റും വേരിയബിളാണ്. സീരീസ് കണക്ഷൻ ആണെങ്കിൽ കറണ്ടും ചാർജൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതി വെക്കണം Q കോൺസ്റ്റന്റ് ആണ്, V വേരിയബിൾ ആണ്. അപ്പോൾ വേരിയബിൾ ആയിട്ടുള്ള ആൾക്ക് വേണം നിങ്ങളുടെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി. ഇനി പാരലേക്ക് വന്നു കഴിഞ്ഞാൽ 3 കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. എല്ലായിടത്തും പൊട്ടൻഷ്യൽ സെയിം ആണ്. കറണ്ട് ഡിഫറൻ്റ് ആണ്, ദാറ്റ് മീൻസ് ചാർജും ഡിഫറൻ്റ് ആണ്. സോ ഇവിടെ Q ഡിഫറൻ്റ് ആണ്, V കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ വേരിയബിൾ ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്ക് വേണം നിങ്ങൾ ഇക്വേഷൻ എഴുതാൻ വേണ്ടി. സോ ഇവിടെ സീരീസിലേക്ക് നമുക്ക് വരാം. സീരീസിൽ ഇവിടെ V1 ആണ്, ഇവിടെ V2, ഇവിടെ V3. കപ്പാസിറ്റേഴ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Q ഈസ് ഈക്വൽ ടു CV ആണ്, ഓർ V ഈസ് ഈക്വൽ ടു Q/C ആണ്. അപ്പോൾ ഇത് വേണം നമ്മൾ ഇവിടെ എടുക്കാൻ വേണ്ടി. സോ ഫസ്റ്റ് എഴുതി വെക്കുക, പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു ചാർജ് ബൈ കപ്പാസിറ്റൻസ്. C എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് വാല്യൂ ആണ്. അപ്പോൾ V1 എഴുതാൻ പറഞ്ഞാൽ V1 ഈസ് ഈക്വൽ ടു ചാർജിന് മാറ്റമൊന്നുമില്ല, കപ്പാസിറ്റൻസ് C1 ആയി മാറും. അതേപോലെ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ C2. V3 എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ C3. എനിക്ക് V എഴുതണം. V എന്ന് പറഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. കാരണം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഓരോ ഇവിടുത്തെയും പൊട്ടൻഷ്യലിൻ്റെ സമ്മാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി ഇല്ല. അപ്പോൾ ജസ്റ്റ് സം എടുത്താൽ മതി. സോ V എന്ന് പറഞ്ഞാൽ Q/C ആണ്. Q/C ഈക്വൽ ടു Q/C1 പ്ലസ് Q/C2 പ്ലസ് Q/C3 എന്ന് വരും. എല്ലായിടത്തും Q കോമൺ ആണ്. അപ്പോൾ എനിക്ക് എഴുതാം 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. കണ്ടോ, ഇതാണ് എഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ്, സീരീസ് കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ ഈച്ച് കപ്പാസിറ്റൻസിനേക്കാളും കുറവായിരിക്കും. ഓരോ കപ്പാസിറ്റേഴ്സ് എടുത്താലും അതിനേക്കാളും കുറവായിരിക്കും എന്ത് അവിടുത്തെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. സോ അതൊന്ന് നോക്കാം. പാരലൽ കണക്ഷനിലേക്ക് വരാം. പാരലൽ കണക്ഷനിൽ ഇവിടെ Q ഈക്വൽ ടു CV തന്നെയാണ് ഇക്വേഷൻ. ഇവിടെ Q ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ വെച്ച് എഴുതാം. Q1 ഈക്വൽ ടു C1V, Q2 ഈക്വൽ ടു C2V, Q3 ഈക്വൽ ടു C3V. കണ്ടോ, അപ്പോൾ ഓരോരുത്തരുടെയും ഇവിടെ Q ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ Q1 പ്ലസ് Q2 പ്ലസ് Q3 എടുത്താൽ മതിയാകും. സോ എനിക്ക് ടോട്ടൽ ചാർജ് വേണം. Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. അതും സ്കെയിലാർ ആണല്ലോ. Q എന്ന് പറഞ്ഞാൽ CV ആണ്. C1V പ്ലസ് C2V പ്ലസ് C3V. V ഈസ് ഈക്വൽ ടു എനിക്ക് V എല്ലായിടത്തും കോമൺ ആയതുകൊണ്ട് വെട്ടിക്കളഞ്ഞാൽ C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് വരും. കണ്ടോ, അപ്പം പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഓരോ കപ്പാസിറ്ററിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. സീരീസ് കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓരോ കപ്പാസിറ്ററിനേക്കാളും ലെസ്സറുമായിരിക്കും. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ സീരീസ് കണക്ഷൻ ചെയ്യാൻ എളുപ്പമാണ്, കാരണം വെറുതെ കൂട്ടി വെച്ചാൽ മതി. പാരലൽ കണക്ഷൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതായത് 2 കപ്പാസിറ്ററെ തരുന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. സോ ഇത് C1, ഇത് C2 ആണെങ്കിൽ വെറുതെ 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 ചെയ്യാതെ തന്നെ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എഴുതാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് തന്നെയാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ദറ്റ് ഈസ് ഈക്വൽ ടു C1 C2 ബൈ C1 പ്ലസ് C2. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഒന്ന് 3 മൈക്രോ ഫാരഡും
മറ്റൊന്ന് 6 മൈക്രോ ഫാരഡുമാണ്. പെട്ടെന്ന് എഫക്റ്റീവ് കണ്ടുപിടിക്കണം. രണ്ടും സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് C1 C2 എന്ന് വെച്ചാൽ 3 × 6 ഡിവൈഡഡ് ബൈ 3 + 6 എന്ന് എഴുതിയാൽ മതി. 6 3 = 18/9 എന്ന് വരും. 2 മൈക്രോ ഫാരഡാണ്. പെട്ടെന്ന് ഉത്തരം കിട്ടും. 2 മൈക്രോ ഫാരഡ് ഈസ് ദ റൈറ്റ് ആൻസർ. സിമിലർലി സീരീസിൽ തന്നെയുള്ള കാര്യമാണ്. 4 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. 4 കപ്പാസിറ്റേഴ്സിൻ്റെയും വാല്യൂ സെയിം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരാളുടെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ 20 മൈക്രോ ഫാരഡിൻ്റെ 2 കപ്പാസിറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമേ നോക്കേണ്ടത് സീരീസ് ആണോ നോക്കുക. സീരീസ് ആണെങ്കിൽ രണ്ടുപേരുടെ വാല്യൂ സെയിം ആണോ നോക്കുക. സോ എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏതെങ്കിലും ഒരാളുടെ വാല്യൂ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എടുത്താൽ മതി. സോ 10 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. കണ്ടോ? ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, 3 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാളുടെ വാല്യൂ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കപ്പാസിറ്റേഴ്സിൻ്റെ പ്രോബ്ലംസിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ചോദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. 3 capacitors, each of capacitance 9 picofarad are connected in series. അപ്പം എല്ലാം 9ൻ്റെ വാല്യൂ തന്നെയാണ്. അപ്പോൾ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായി. ഇത് 9 picofarad ആണ്. 9 picofarad. വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ എന്നാണ്. സോ മൊത്തം കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ സി എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് വരും. സോ 9/3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3 picofarad എന്ന് വരും. അടുത്ത ഓപ്ഷൻ ബി ശ്രദ്ധിച്ചോണം. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ വെൻ ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു എ 120 വോൾട്ട് സപ്ലൈ. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം 120 വോൾട്ട് ആണ്. അപ്പോൾ V1 കണ്ടുപിടിക്കണം, V2 കണ്ടുപിടിക്കണം, V3 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം V1 ഈസ് ഈക്വൽ ടു Q ചാർജ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കണം, ചാർജിനെ കണ്ടുപിടിക്കണം. സോ ചാർജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ടോട്ടൽ ചാർജ് Q എന്ന് പറഞ്ഞാൽ C × V ആണ്. C എന്ന് പറഞ്ഞാൽ അവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണ്. അത് 3 picofarad എന്ന് കിട്ടി. ഇൻറ്റു വോൾട്ടേജ് 120 വോൾട്ടുമാണ്. സോ എനിക്കിവിടെ എഴുതാം 120 × 3 എന്ന് പറഞ്ഞാൽ 360 പൈക്കോ കൂളംബ്, 360 PC എന്ന് എനിക്ക് എന്ത് ചെയ്യാം, എഴുതാം. ശരി, അപ്പോൾ ഇനി വരെ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ എന്നാണ്. അപ്പോൾ എനിക്ക് V1 കണ്ടുപിടിക്കണം. V1 ഈസ് ഈക്വൽ ടു Q/C1 ആണ്. സോ Q എത്രയാ, Q 360 പൈക്കോ കൂളംബ് ബൈ C1 എത്രയാ, 9 picofarad. പൈക്കോ വെട്ടിക്കളഞ്ഞാൽ 360/9 എന്ന് പറഞ്ഞാൽ 9 36 4 തവണ, അപ്പം 40 വോൾട്ടാണ്. ബാക്കി എല്ലാവരും ഒരേ ആൾക്കാരായതുകൊണ്ട് തന്നെ 40 വോൾട്ട് ആയിരിക്കും ഓരോ കപ്പാസിറ്ററിൻ്റെ ഇടയിലുമുള്ള കോമ്പിനേഷൻ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം, ശ്രദ്ധിക്കണം. 3 capacitors of capacitance 2 picofarad, 3 picofarad and 4 picofarad are connected in parallel എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ 2 picofarad ഉണ്ട്, സിമിലർലി 3 picofarad ഉണ്ട്, അതേപോലെ തന്നെ 4 picofarad ഉണ്ട്. പാരലൽ ആണ്. ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സി കണ്ടുപിടിക്കാൻ പാരലൽ ആയതുകൊണ്ട് എല്ലാവരും കൂടെ കൂട്ടിയാൽ മതി. ഭാഗ്യം 2 3 2 5 4 9 എന്ന് കിട്ടും. 9 picofarad ആണ് ഇവിടുത്തെ effective capacitance. Determine the charge on each capacitor if the combination is connected to a 100 volt supply. പാരലൽ ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് സെയിം ആണ്, ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചാർജ് Q1 എന്ന് പറഞ്ഞാൽ C1 × V ആണ്, Q2 = C2V, Q3 = C3V. സോ വോൾട്ടേജ് എല്ലായിടത്തും സെയിം ആണ്, 100 തന്നെയാണ്. അപ്പോൾ C1 × V എന്ന് പറഞ്ഞാൽ 2 picofarad × 100 എന്ന് വരും, which is equal to 200 പൈക്കോ കൂളംബ് എന്ന് കിട്ടും. അടുത്ത C2 3 picofarad ആണ്, വോൾട്ടേജ് സെയിം ആണ്, അപ്പോൾ 300 പൈക്കോ കൂളംബ് എന്ന് കിട്ടും. C3 എന്ന് പറഞ്ഞാൽ 4 picofarad × 100 കൊടുക്കാം, which is equal to 400 പൈക്കോ കൂളംബ് എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, ഇവിടെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ചോദിച്ചിട്ടുണ്ട് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി. സോ ഇത് എയും ഇത് ബിയുമാണ്. ഇക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ നോക്കിയാൽ തന്നെ അറിയാം അല്ലേ, ഈ പോർഷൻ നോക്കി, ഇതൊരു ഒറ്റ വയറാണ്. ഒറ്റ വയറിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും, സീരീസ് കണക്ഷൻ ആയിരിക്കും. സോ ഇവിടെ നോക്കുക, ഈ 60യും ഈ 60യും ഈ 60യും സീരീസ് ആണ്. സോ സീരീസ് കണക്ഷനുമാണ്, ഒരേപോലത്തെ ആൾക്കാരുമാണ്. അപ്പോൾ ഞാൻ ആ പടം ഒന്നുകൂടെ റീഡ്രോ ചെയ്യുകയാണ്. ഇവിടുന്ന് ഇവിടം വരെ 40 മൈക്രോ ഫാരഡ് ആണ്. ഇനി നോക്കുക, 60 60 60
60 60 60 സീരീസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. സോ അവിടുത്തെ മൈക്രോ ഫാരഡ് 20 ആണ്. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 20 മൈക്രോ ഫാരഡ് ആണ്. അതാണ് ഇവിടെ നോക്കി, ഇവിടെ 10ഉം 10ഉം ഉണ്ട്. 10ഉം 10ഉം പാരലാണ്. 10ഉം 10ഉം പാരലാണെങ്കിൽ അതും എത്ര തന്നെയായിരിക്കും? അതും 20 തന്നെയായിരിക്കും. സോ ദിസ് ഈസ് ഓൾസോ 20 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. അത് ഒറ്റ വയറിലായിട്ടാണ് അത് മൊത്തമായിട്ട് വരിക. ഇതാണ് ബി, ഇതാണ് എ. ഇനി ഈ 20ഉം 20ഉം എങ്ങനെ വന്നു? ഒറ്റ വയറിൽ വന്നു. 20ഉം 20ഉം എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഒറ്റ വയറല്ല, ഇത് പാരലായിട്ടാണ് വരിക. കാരണം ഇവിടെ ഇങ്ങനെ ഒരു വയറും ഇങ്ങോട്ടൊരു വയറും വന്നിട്ടുണ്ട്. സോ ഈ 20 ആൻഡ് 20 ആർ പാരലൽ ടു ഈച്ച് അതർ. സോ 20ഉം 20ഉം പാരലാണെങ്കിൽ കൂട്ടിയാൽ മതി. 20ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ 40 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു 40 കിട്ടും, ഇവിടെയും ഒരു 40 കിട്ടും. 40 മൈക്രോ ഫാരഡ്, 40 മൈക്രോ ഫാരഡ്. രണ്ടും സീരീസ് ആണ്. 40ഉം 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 സീരീസ് ആണ്. 40/2 ഇസ് ഈക്വൽ ടു 20 മൈക്രോ ഫാരഡ് ആണ് ഈ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് സീരീസ്, ഇത് പാരല്, രണ്ടും കൂടെ പിന്നെയും പാരലാണ്. ഇതും കൂടെ അവസാനത്തെ എഫക്റ്റീവ് സീരീസുമായിട്ട് വരും. സോ ഓൾസോ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ചാർജ് ദാറ്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് വെൻ 100 വോൾട്ട് ബാറ്ററി ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി. സോ ചാർജ് കണ്ടുപിടിക്കണം. Q ഈസ് ഈക്വൽ ടു CV ആണ്. C എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആണ്. എഫക്റ്റീവ് 20 മൈക്രോ ഫാരഡ് ആണ്. ഇൻറ്റു V എത്രയാ? 100 വോൾട്ടുമാണ്. സോ എനിക്ക് എഴുതാം 2 മില്ലി കൂളംബ് എന്ന ആൻസർ കിട്ടും. 2 മില്ലി കൂളംബ് ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് എനിക്കിവിടെ പറയാൻ സാധിക്കും. അപ്പം അങ്ങനെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ശരി, ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ, ഇഫ് C1 ഈക്വൽ ടു 3 പൈക്കോ ഫാരഡ് ആൻഡ് C2 ഈക്വൽ ടു 2 പൈക്കോ ഫാരഡ്, കാൽക്കുലേറ്റ് ദി ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി ഗിവൺ നെറ്റ്വർക്ക് ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി. അപ്പോൾ ഈ പടം ഒന്ന് മാറ്റി വരയ്ക്കാം. C1 കാണുന്നിടത്തെല്ലാം 3 കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇത് C1 ആയതുകൊണ്ട് അവിടെ 3 കൊടുത്തു. ഇതും C1 ആയതുകൊണ്ട് അവിടെയും 3 കൊടുത്തു. C2 കാണുന്നിടത്ത് എത്ര കൊടുക്കാനാണ്? 2 കൊടുക്കാനാണ് പറഞ്ഞത്. സോ ഇവിടെ ഞാൻ 3 കൊടുത്തു. ഇതും C1 ആണ്, ഇതും C1 ആണ്. അപ്പം അതും ഞാൻ 3 കൊടുത്തു. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. സോ അതിന് വേണ്ടി നോക്കാൻ നേരത്ത് ഇത് ഈ ലെഫ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് മൂന്നും സീരീസ് ആണ്. ഈ 3 ആൾക്കാരും ഒറ്റ വയറിൽ തന്നെയാണ്. ഇവർ 3 പേരും സീരീസ് ആണ്. സീരീസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. 3/3 1 മൈക്രോ ഫാരഡ്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും എഫക്റ്റീവ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 മൈക്രോ ഫാരഡ് ആണ്. ഇത് 2 ആണ്. ഈ രണ്ടും ഈ 1ഉം പാരലാണ്. പാരൽ എന്ന് പറഞ്ഞാൽ വെറുതെ കൂട്ടിയാൽ മതി. 2 1 കൂടെ കൂട്ടിയാൽ 3 1 വരും. ഇത് ഓൾറെഡി 3 ആയിരുന്നു. അപ്പോൾ എനിക്കിവിടെ കിട്ടി, ഇത് 3 കിട്ടി. 2 1 കൂടെ കൂട്ടി 3 ഇവിടെ കിട്ടി. പിന്നെ ഇവിടെ ഒരു 3 ഉണ്ട്. ഇനി ഈ 3 3 3 എല്ലാം കൂടെ എന്താണ്? സീരീസ് ആണ്. അപ്പോൾ സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് എടുക്കാൻ 3/3 എടുത്താൽ മതി. ഓർ 1 മൈക്രോ ഫാരഡ് ഈസ് ദ ശരി ഉത്തരം എന്ന് എനിക്ക് പറയാം. അപ്പം ഇങ്ങനെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം പഠിച്ച് സെറ്റാക്കാൻ ശ്രമിക്കുക. ഓക്കെ.